അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അയക്കുന്ന ആനകൾ ഏതൊക്കെയാ? അവിടെ വന്ന ആനകൾ ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കാര്യങ്ങൾ. പിന്നെ മോഹൻലാലിനടുത്ത് ഈയപ്പാട്ട് വയ്ക്കുന്നത് മോഹൻലാലിനടുത്ത് അതിനെ പിന്നെ കോഴിക്കോട്ടേക്ക് വിറ്റു. അതിനെ വിറ്റിട്ടാണ് ഞാൻ രാജശേഖരനെ എടുക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പശ്ശേരി രാജശേഖരനെ അവിടെ പോയിട്ട് 3 മാസം കറങ്ങി. എവിടെ സ്ഥലം? സോൻപൂരിൽ. എവിടെ? സോൻപൂരല്ല, യു പി അടുത്ത്. അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ ആനണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആനകളെ കുത്തും പറഞ്ഞവരെന്നെ ഇതിനാണ് പരിപാടി സ്ഥലത്ത് കൊണ്ട് ഒറ്റയ്ക്കുള്ള പരിപാടിക്ക് കൊണ്ടു. അല്ല, അന്ന് അവിടെ നിന്ന് എടുക്കാൻ മുമ്പ് ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനൊന്ന് ഉന്നത ദിവസം പിന്നെ നമ്മുടെ ഡേവിസ് ചേട്ടനൊക്കെ ഉള്ളൊരു അത് രണ്ടിനെ വണ്ടി കയറ്റി ആന വണ്ടി കയറാൻ നിന്നോളാം ഞാൻ പോന്നിട്ട്. അതെന്താ വെച്ചാൽ ഇവര് വണ്ടി ഇതിട്ടില്ല, ഇവര് നോട്ടിലാക്കി ഇട്ടിരുന്നു പോയി കീറിട്ടില്ല. അത് ആന കയറുന്ന വണ്ടിയാണ് പോയി മുമ്പാക്കും. അത് ചാടിയാണ്. പിന്നെ ആന ഞമ്മത് വണ്ടി അടുക്കി വെച്ചു. ആന വന്നെ 3 പോക്ക് പോയി. ഫസ്റ്റ് എടുക്കാൻ പോയി. ആന എടുത്തിട്ട് ഓണാണ്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ഉണ്ടായി പറഞ്ഞത്. വീട്ടിൽ നിന്നാ ഇതിൻ്റെ മകള് ചെറിയ കുട്ടിയാണ്. കുട്ടിയാ നേരം വിളി കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ആൻ്റെ കൂടെ പോന്നാൽ പിന്നെ ഒരാഴ്ച കഴിയും. അപ്പം ഞാൻ ഓണത്തിനവിടുന്ന് പോന്നു. ഞാൻ ഈ പണി പറ്റിയിരിക്കുന്നു വിചാരിക്കുന്നു. ആന കയറ്റാൻ മറ്റാനെ കൊണ്ട് പോന്നവർ. എന്നിട്ട് ഇവിടുന്ന് പോയി. പിന്നെ പോയി ശവൻപൂർ മാളേന്ന് കയറ്റാറുണ്ട്. ആന വണ്ടി അടച്ചാൽ ആന ഓടി കെട്ടിനടുത്ത് പോയി നിൽക്കാനാ. അപ്പോൾ എനിക്ക് ഓടി പോകാൻ പറ്റുന്ന നേരെ കെട്ടിയെടുത്ത് പോയിക്കും. ഒരു രക്ഷയില്ല. അവിടുന്ന് പിന്നെയും തിരിച്ചു പോന്നു. അതായത് നമ്മളെന്നാ നടത്തിയാലോ ചോദിച്ചു. ഞാൻ നടത്തി കൊടുത്തപ്പോൾ എൻ്റെ കൈച്ചും കാലൊക്കെ പൊട്ടിയോടെ ചോദിച്ചു. ഏതായാലും കൊണ്ടുപോകാൻ പറ്റിയല്ലോ. മേടിക്കുകയും ചെയ്തു. എന്നാ ശരി, നമുക്ക് വേറെ ഐഡിയ ചെയ്യാം. മയക്കിനടുത്ത് കയറ്റ വണ്ടിയിൽ അങ്ങനെ ഇവിടുന്ന് കായമളസാരെയും കൂട്ടി പോയി. ഇവിടെ വന്ന് 2 കായമളസാരെയും കൂട്ടി പോയി. അതിലാണ് ഡേവിസ് ചേട്ടനും. രണ്ടാമത്തെ പോകാൻ ഡേവിസ് ചേട്ടനും ഞാനും തമ്മിലാണ്ട് പോയി. അത് കേട്ട് പിന്നെ ഡേവിസ് ചേട്ടനും ഞാനും തമ്മിലാനും സാറും കൂടി പോയി. കായമള സാറും കൂടി പോയി. എന്നാലാണ് ഞാൻ മയക്കിഞ്ചേട്ടൻ കൊടുത്തിട്ടാണ് ഞാൻ ആദ്യക്ക് വണ്ടി അവിടെ കൊടുത്ത് കെട്ടിയാനേ ഒരു ആലിനോള് കെട്ടി നിർത്തി. അപ്പോൾ അവിടെ നിസ്സാരാണേ താത്താനേ. വെറുതെ സിമെൻറ്റ് വരെ മണ്ണ് 2 കൈക്കോട്ട് കളച്ച അവിടെ ട്രാക്കായി. ഇത്ര നീളം താത്തി വണ്ടി ട്രാക്കിലേക്ക് ഇട്ടു. മയക്കിഞ്ചേട്ടൻ കൊടുത്തതിനായിരുന്നു. വണ്ടി അവിടെ കൊടുത്ത് നിർത്തി. കുറച്ച് അപ്പുറത്ത് കൊടുത്ത് നിർത്തി. ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അങ്ങനെ ഏകദേശം മയങ്ങിന്ന് കണ്ടപ്പോൾ വണ്ടി ട്രാക്കിലേക്ക് കയറ്റിട്ട് അവിടെ നിന്ന് മെല്ലെ വണ്ടി കയറ്റി. അതിൻ്റെ ആനക്കാരൻ ആനക്കാരൻ്റെ വണ്ടി കയറ്റി കെട്ടി. അപ്പം ഞാൻ കെട്ടുമ്പോൾ ഇപ്പോൾ ആന തണ്ടലൊക്കെ മുറി അങ്ങനെ വന്നതാ. റിഗേഷൻ അടിച്ചാണ്. ശേഖരൻ തോലറിയപ്പോഴേ ഈ എന്തിനും വന്ന അവിടെ നിന്ന് ഈ മയക്കിഞ്ചക്ഷൻ അങ്ങനെ തിരിയുന്നുണ്ട്. എന്തെങ്കിലും പറ്റി അവിടെ വന്ന് പഴുക്ക് അങ്ങനെ വന്നാൽ മുറി. ഞാൻ ആ കെട്ടുമ്പോൾ പറഞ്ഞു നല്ല വേളപ്പത്തല്ല കിടക്കടമല്ല ഇരിക്കാൻ സാധനമാണ്. ഈ കയ്യിൽ കിടന്നത് 22 മാസം നിന്നാനോ. 22 മാസം നിന്നു. ഞാൻ വേറെ ആനക്കാരൻ പോയിണ്ടാവും. 22 പോയിണ്ടാവും. കാരണം ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആനകളെ വെറുതെ വെക്കുക. ഒരാൾ കൂടെ വെക്കണ്ടോ? വരുമോ? ആരും വരില്ല. ഭാഷയും കാര്യങ്ങളൊക്കെ എന്താ അതൊന്നും പഠിപ്പിക്കൊരു വിഷയമില്ലാന്നേ. ആന മുറിയാണെങ്കിൽ പുറത്താണെങ്കിൽ ആനയെ എല്ലാ ചട്ടവട്ടായി പുറത്ത് തല ബന്ധിക്കണം എന്നുള്ളത് മനസ്സിലായി എനിക്ക്. അത് അതിലാക്കിയിട്ടാണ് ഞാൻ പുറത്ത് തിരുവമ്പാടി ബസ്സിൽ വളക്കണായിരുന്നു. അല്ല വേലയ്ക്ക് ചട്ടവട്ട അതിൻ്റെ എല്ലാ കാര്യവും. അപ്പോഴേക്ക് ഞാൻ എനിക്ക് വിളിച്ചാൽ വേറെ പണിയൊന്നുമില്ല. മുറി കയറി ഞാൻ നോക്കില്ല. ഞാൻ നമുക്ക് എന്താ ചട്ടവട്ടം പോലെ കാര്യങ്ങൾ. ഒരു മാസത്തോളം ഞാൻ ഒന്ന് കുളത്തിയെടുത്തു ആ മരത്ത് ചെരുപ്പടിക്കാട് കൂട്ടിയിട്ട്. കോലൊന്ന് ഉറച്ചു കിട്ടണ്ടേ. എന്നെ കോല ചാരിയ എടയും കൂട്ടി അവിടെ നിന്നോളെ എത്ര ദിവസം കാണിച്ചാൽ അവിടെ നോക്കും. പിന്നെ ആനക്കാരെ പൂരപ്പറമ്പിൽ വന്നാൽ തല പൊന്തിക്കണം എന്നുള്ളത്. അതൊക്കെ നമ്മൾ ഒന്നും തന്നെ SLCക്ക് എത്തിയിട്ട് തന്നെ പുറത്തിറങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ.
അതെല്ലാ ആഴ്ച എല്ലാ ആനയും അങ്ങനെ തന്നെ. അത് ഏറെക്കുറെ നമ്മളാഴ്ച നമ്മളീ പൂരപ്പാടിൽ എല്ലാവരും കുത്താനോ പൊക്കാനോ ഞാൻ നിൽക്കാറില്ല. എനിക്ക് താല്പര്യമില്ല. നാട്ടുകാരൻ തല്ലല്ലേ ചോട്ടിട്ട് കുത്തുക. ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടാകും നിന്നോളണം. അത് ഞാൻ ആക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പറഞ്ഞാൽ നമ്മളൊരു വർഷം ഒരു വേനൽ കഴിഞ്ഞ് ഒരു വേനൽക്കാലത്ത് അതിനടുത്ത വേനൽക്കാലത്ത് പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിൽ നടങ്ങിയ. പക്ഷെ അത് കഴിഞ്ഞാൽ വർഷക്കാലമായ പിന്നത്തെ പണി വേറെ. പിന്നെ അതിനെ പൂരപ്പല്ല എങ്ങനെ നിൽക്കുക നിപ്പാവും. അത് നമ്മുടെ ചോരയിൽ അലിഞ്ഞ് ചേർന്ന ചട്ടവട്ട അടിക്കില്ല. ഒന്നിനും ടെൻഷൻ അടിക്കില്ല. ഇനിയിപ്പോൾ ആന തട്ടിട്ട് കുത്തിയടിക്കുക അവിടുന്ന് എന്താ ടെൻഷനൊന്നുമില്ല. പിന്നെ അതിനെ പോയി പിടിച്ചു ഞാൻ എന്താ ചെയ്യുക? പാമ്പ് പിടിച്ചു. എന്നിട്ട് ഞാൻ പിടിച്ചില്ല. പാമ്പിനെ പിടിച്ചു ഞാൻ കുപ്പിയിലാക്കി. കടിച്ച പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കി. എന്നിട്ട് പോയി ഡോക്ടർ ചെയ്യാൻ. ആ പുല്ലാർമ്പത്തുനിന്ന് കടിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല. വേഗം കൊണ്ട് കയറ്റി വെച്ചു. ഇച്ചാതിനാണ് നല്ലത്. ഒറ്റ മുറിക്കല്ലേ ഡി ഒരു വരച്ചിൽ കടിച്ചതിൻ്റെ മുകളിൽ എന്നിട്ട് കെട്ടി. ഒരു ഡോക്ടർ എന്ത് പേടി അന്ന് ആനടിക്കാനും ആ കാര്യത്തിൽ പേടിയില്ലേ? അങ്ങനെ പറയില്ല. വഴിച്ചാനൊക്കെ ഞാൻ നേടിയെന്ന് മാത്രം. ഏതാനി പഠിച്ച കാട്ടിൽ നിന്ന് ആന അടിക്കാൻ പറഞ്ഞാൽ എന്നോട് കൂട്ടി വിടുമോ? അതല്ല ഏതാനും അടിക്കാൻ പറ്റില്ല. മരത്തിൽ കെട്ടി തന്ന ഏറെക്കുറെ ഒരു ആനയും ഞാൻ ഒഴിവായി പോകുന്നില്ല. നാണം കെട്ടില്ല. ഏതൊരു ആന തന്നാൽ ഇതുവരെ തന്നൊരാനയും ഒഴിവായിട്ടില്ല, നാശമായിട്ടില്ല. അത് ഞാൻ എന്ത് പൂരമായിരുന്നു വിളിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയും കുത്തിക്കെട്ടാച്ച് പൂരം കഴിക്കും. 2 കൊല്ലം 22 മാസം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങണയാണ് തിരുവമ്പാടി വേലയ്ക്ക്. വന്ന അവസരത്തിൽ കുറച്ച് പരിപാടി എടുത്തു. അപ്പളിക്കാരൻ്റെ മുറി തണ്ടൽ പഴുത്തിട്ട് നിന്നതാണ്. പിന്നെ 2 കൊല്ലം ഞാനുണ്ട്, ആനയുണ്ട്. ഒരാൾ കൂടക്കാനുമില്ല. കാരണം ആന നിൽക്കുക അന്ന് നിസ്സാര ചെലവാശുള്ളൂ. കാരണം ഇടയ്ക്ക് തെറ്റും. ആന ചങ്ങലമായിട്ട് കട്ടി തമ്പലം ഞാനിവിടെ തെറ്റ് ഇടയ്ക്കേ. അയാൾക്കും തെറ്റിക്കും ദേഷ്യല്ലേ. മൂപ്പർക്ക് ദേഷ്യം വരും. അപ്പം ഞാനും വിടില്ല. അപ്പം ഞാൻ ആന കെട്ടിപ്പോരും പോവാറി. പിന്നെ പരിപാടി തന്നെയാണെങ്കിൽ പിന്നെ ഒരു പരിപാടി ഞാൻ ഒഴിവായിട്ടില്ല. ആ വേനൽ കഴിഞ്ഞു. പിറ്റത്തെ വേനൽ അടുപ്പുട്ടിപ്പള്ളി പെരുന്നാളായിരുന്നുള്ളിൽ കച്ചവടം. അന്നൊക്കെ എല്ലാ ആനയ്ക്കും പേടി തന്നെയായിരുന്നു. വേറെ അങ്ങനെ ആനടക്കാൻ അന്നും പേടിയാണ്. ആ ജാതി ഇപ്പോഴത്തെ നിലവൊന്നല്ല അന്നാണ്. ആ നിൽക്കുന്ന കാലത്ത് നിലവേ ഇങ്ങനെയാണ്. നാട്ടുകാരും വലിച്ചതിന് ഊന്നിയിട്ട് അത് വേറെ കുറേ ഞാൻ നിൽക്കണ ആൾ നടവന് വലിച്ചു പോകുന്നു. അതല്ല പറഞ്ഞു. മനസ്സിലായല്ലോ. ചട്ടവട്ടം എന്ന് പറഞ്ഞാൽ അത് എനിക്കെൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ആനോട് നിൽക്കുക തന്നെ വേണം. അത് കഴിഞ്ഞിപ്പോൾ വെറുതെ നിൽക്കുകയാണ് ശരി. എനിക്കധികം ബന്ധവസ്ഥോ കാര്യങ്ങളോ ഞാൻ ചെയ്യില്ല. ഏകദേശം ഒരു ആന നമ്മളഴിച്ചൊരു രൂപത്തിലേക്ക് എത്തി നിൽക്കി തോന്നിയാൽ പിന്നെ ഞാൻ അധികം ബന്ധവസ്ഥ ഇല്ല. ഒരു 16 ചങ്ങലത്ത് കൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ ഒരു 14 ചങ്ങലിടുക അതൊന്നുമില്ല. എനിക്ക് വേണ്ട ബന്ധത്തിലുള്ള ചങ്ങല ഉണ്ടാക്കി അതിൻ്റെ ഉണ്ടാവും. എൻ്റെ ആന എഴുന്നള്ളിക്കുമ്പോൾ ഒരു കാലത്ത് ഞാൻ മുട്ടാന എൻ്റെ ആൻ്റെ വലത്താമരത്ത് ഉണ്ടാവില്ല. എനിക്ക് വേണ്ട സ്പെയർ എനിക്ക് ആവശ്യം എന്താ വെച്ചാൽ വയ്ക്കുള്ള ചങ്ങല ആൻ്റെ ദേഹത്തുണ്ടാവും ചെയ്യും. ഒരു ഏട്ടാട്ടം വയ്ക്കേണ്ട ചാനലിലെ ചങ്ങല ആൻ്റെ ഉണ്ടാവും. അവിടെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാം എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഫ്രീ ആണ്. ഞാൻ കൊളത്താൻ മാത്രമേ മുട്ടാനെ പൂരാർമ്പിയാന്ന് നടക്കാറുള്ളൂ. രാത്രി ചെല്ലുമ്പോൾ തടഞ്ഞു നിർത്തണ്ടേ? ആവശ്യമില്ല. എന്നാലും രാത്രി വേണ്ടി ഞാൻ തടഞ്ഞു നിർത്തും. കാരണം വല്ല നിൽക്കുന്നിറക്കുന്നത് ഓടിപ്പോയാൽ വിട്ടില്ലേ. കോല് കളഞ്ഞ് പോവില്ല. എന്നാലും ശരി, നമ്മൾ ആനയല്ലേ ഉണ്ടാവണല്ലേ, പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും പോവില്ല. അപ്പം തൃശ്ശൂർ പൂതൻ ധർമ്മന ഒരു ഓലാചാരി പാടുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ഇതിനെ പറ്റി ഇന്ന കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ആഴ്ച ചട്ടവട്ട എപ്പോഴും കോലുമ്പിലാണ്. ഒന്നാഴ്ച തറി മാറ്റി കെട്ടിയാൽ നാളെ തൊട്ട് തുടങ്ങും. ആ കഴിച്ചിട്ട് ഞാൻ കോലിയായിട്ട് പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവട്ടോ. കാരണം 8 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ ഞാൻ ചെയ്തത് 10 കൊടുത്തു തരല്ലോ.
അത് അപ്പോഴേക്കും അപ്പോഴും എടുക്കുക. എന്താ ഇപ്പോൾ ഞാൻ ചെയ്തത്, എന്താ ഞാൻ കാണിച്ചു ഒരു മുട്ട കൊടുത്താൽ മതി, അതിന് പേരിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലാവും. ആ അത് ഇതുപോലെ ആരപ്പം നേരം ആനക്കാരങ്ങനെ ഇരിക്കുക ഇരിക്കില്ല, ക്ഷമ ഉണ്ടാവില്ലോ. ഇന്നിപ്പോൾ ആനക്കാർ ഇപ്പോൾ കുറ്റം പറയല്ലോ, ആനക്കാരെയും കുറ്റം പറയല്ലേ. ഇന്നിപ്പോൾ ആനക്കാരൻ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവിടെ ചെന്നു, പൂരാണ്ടേ ചെന്നു, അവിടെ കൊണ്ടുപോയി കെട്ടി വാറാക്കി നടക്കടയും കൂട്ടി. ഞാൻ ഓരോ ആനയ്ക്കും നടക്കട കൂട്ടില്ല. നട എപ്പോഴും ഫ്രീ ആണ് എൻ്റെ ആൻ്റെ. ഞാൻ എപ്പോഴും നടക്കട കൂട്ടി കെട്ടാറില്ല. കാരണം അവർ ഈ തണ്ടൊക്കെ പൊളിച്ചിരുന്ന സുഖം വേണ്ടേ. പിന്നെ ഏറ്റവും ബന്ധം അമരത്താണ്. ചെരുപ്പടിക്ക് അട കൂട്ടിയാൽ നടക്കയുടെ അങ്ങനെ പറന്നു വരും. അമരത്തടയിൽ ആന ചെരുപ്പടി പറയും, ആന ഓടിച്ച് പിന്നാലത്തില്ല. ഇനി വേണമെങ്കിൽ നാളെ കൊടുക്കുകയും ചെയ്യാം. കൂട്ടും പോലെ കൂട്ടണ്ട, ഊരി പോകരുത്, ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് ബന്ധസ് കുറവാണ്. കാരണം ഞാൻ ബന്ധസ് കണ്ടമാനാണ്. എന്നാൽ മാന ഒരു ആന തെറ്റി കൊണ്ടേ കെട്ടിട്ട് ഞാൻ അടിക്കാറുമില്ല, വേറെ ചെയ്യില്ല. പിന്നെ അതിൻ്റെ തീർക്കലൊക്കെ വഴിയടിയിലാണ്. അപ്പോൾ ഒരു ബന്ധോസൊക്കെ ഉണ്ടാകും, ബന്ധോസൊക്കെ ഒന്ന് വയ്ക്കും. ഒരു 2 കിലോമീറ്റർ ചെല്ലുമ്പോഴേക്കും പറയും ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ അവിടേക്കും പോലെ അവിടെ കയറി. കാണികൾക്ക് ബന്ധസില്ല, എനിക്ക് ബന്ധസുണ്ടാണെങ്കിൽ അന്ന് വഴിയടിയാണല്ലോ അല്ലേ? വഴിയുടെ ആന വണ്ടി കയറില്ലാണ്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന ശേഷം വണ്ടി കയറാൻ സംശയം ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ വണ്ടി കയറിയില്ല. ഇത് പേടിച്ച് ഇത് കാരണം പേടിച്ച തോന്നുന്നുണ്ട് ഈ വണ്ടി സംശയം ഉണ്ട്. പിന്നെ വിറ്റ് അതിനോട് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇപ്പം ഈ ശ്രീധരത്തിൻ്റെ പത്മനാഭൻകുട്ടി ചിറ്റിലപ്പള്ളി. അത് ഓടിപ്പോക്കും, തലകെട്ടെടുത്ത് അത് ഓടും ചാടും. അതിനെ അങ്ങനെ 2 വാനിൽ കഴിച്ചു. ഇപ്പോഴാണ് സെറ്റായിട്ടോ. അത് ഇവിടുന്ന് തെക്കുന്ന് പഠിച്ചാ. അതൊരു അമ്പലത്തിൽ ഒരു ആനക്കുട്ടി ഇറങ്ങുന്നത്, പപ്പനാനക്കുട്ടി. അന്ന് ഇതിനൊന്നും അറിയില്ല. അവരുടെ ആളെ കൊല്ലുന്നുണ്ടായി. അതിനും ചട്ടവട്ടം ഉറപ്പിക്കുന്നല്ല ഞാൻ തന്നെ. അതിപ്പോൾ ഉടമസ്ഥന്മാർക്ക് തന്നെ അറിയാമല്ലോ. നമ്മളിപ്പോൾ വെറുതെ അയാൾ പറഞ്ഞല്ല, ഉടമസ്ഥന്മാർക്ക് അറിയാം. അത് ഞാൻ നിൽക്കണ ഏതൊരു ഉടമസ്ഥനായ അവൻ കയറി ആന നാശാവില്ലെന്നുള്ളൊരു ചിന്ത ഉണ്ട്. അല്ലാണ്ട് ഞാൻ വലിയ പാപ്പാനൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് തെറ്റിയിരിക്കും നിങ്ങളെ. അല്ല എനിക്ക് താല്പര്യമില്ല. എങ്ങനെയൊക്കെ ഒരു ആന അഴിച്ചിട്ടു, പോയ ആനകളൊന്നും ഒഴിവാവാതെ അഴിച്ചിട്ടുണ്ട് ചീത്തപ്പേരില്ലാതെ. കാരണം ചുമലാന കയറുന്ന 40-45 കൊല്ലം കഴിഞ്ഞു. പിന്നെ ചുമലാന അഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പിന്നാക്കം ഒരു ആന കയറാൻ പോയിട്ടില്ല. പിന്നെ ചുമലാനെ ഒരാന ഒഴിവാകുമ്പോഴേക്കൊരു ഞാൻ ഇന്നത്തെ ഒരു പണി അന്വേഷിച്ച് പോയിട്ടില്ല ഒരു ഉടമസ്ഥനെത്തി. ഇനി അതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഒരാനയെ കെട്ടി ഒഴിവാകുമ്പോഴേക്കൊരു പണിയാ അപ്പോൾ ആരെങ്കിലും വന്ന് വിളിക്കും. പിന്നെ ഞാൻ ഒരുമാതിരി ഉടമസ്ഥനെ താങ്ങില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനത്തെ ടൈപ്പാണ്. കാരണം എനിക്ക് ഈ ഉടമസ്ഥന്മാരെ പിന്നെ ആൾക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. എന്നെ വന്ന് വിളിച്ച് എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും. അതിന് സഹകരണം മാത്രമാണ് ഞാൻ പോകുള്ളൂ. അത് അംഗീകരിക്കുകയാണ്. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ആനപ്പണി സ്വാതന്ത്ര്യമാണ്. എൻ്റെ സൗകര്യത്തിനാണ് കൊണ്ടുപോയി നിർത്തണം. എന്നാലും എനിക്ക് എൻ്റെ പണി എടുക്കാൻ പറ്റും. 24 മണിക്കൂർ ആനപ്പണി എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. എന്നാൽ കാലത്ത് ഒരു 8 മണിയാവും. എൻ്റെ കൂടെ ഉള്ളവർക്ക് തന്നെ അറിയാം. ഒരു 7:30 മണിയാവുമ്പോൾ ഒരു 8 മണിയാവുമ്പോൾ ആനയച്ച് തറി മാറ്റിയിട്ട് തറിയാൻ നോക്കിയിട്ടുണ്ടാവും. മിക്കതും തലേദിവസം പോയി പട്ട വെട്ടിച്ചിട്ടുണ്ടാവും ഉച്ചരിട്ട് എവിടെയെങ്കിലും. അത് താങ്ങിക്കും എൻ്റെ നേരെ വരിക, വെള്ളത്തിൽ വരിക. ഞാൻ നിന്നാണ് ഇവിടെ തന്നെയാണ്. ഇവിടെ താമസമായതിനു ശേഷം ആളുകൾ ഇവിടെ നിന്നാണ്. ഈ പത്മനാഭൻ എത്ര നാളുണ്ടായിരുന്നു ഏകദേശം? ചിറ്റിലപ്പള്ളി പത്മനാഭൻ 2 കൊല്ലം. പത്മനാഭനാന കഴിഞ്ഞിട്ട് പിന്നെ പോണത് എവിടേക്കാ? ശ്രീനിവാസനായി. നാളെ